ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 1 കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമുക്കൊരു 3 പാർട്ട് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഈ 3 പാർട്ടിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പാർട്ടായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൈം കുറച്ച് ഒരു 15-20 മിനിറ്റിൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് ഒരു പാർട്ട് 3 വരെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് കണ്ടു തീർത്ത് അപ്പം തന്നെ പഠിച്ചു പോകാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് മുതലുള്ള കുറച്ച് ഏരിയാസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ടല്ലോ പൈസ. അപ്പോൾ അത് പല രീതിക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ അക്കൗണ്ടുകളെക്കുറിച്ച് നമുക്ക് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, മൊത്തമായിട്ട് ഇത് എസ്സേക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. എസ്സേക്കും ചോദിക്കാം, അതേപോലെ തന്നെ ഷോർട്ട് എസ്സേക്കും ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ട്രേഡിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. പ്രിഫേർഡ് ബൈ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. അതായത് ചെറിയ എമൗണ്ടുകളായിരിക്കും ഇവർ ഈ ഒരു അക്കൗണ്ടിൽ ഇടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്, സാലറീഡ് ഇൻഡിവിജ്വൽസ്, ഫാമേഴ്സ്, സ്മോൾ ട്രേഡേഴ്സൊക്കെയാണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൂടുതലും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മിനിമം ബാലൻസ് റിക്വയർ ചില ബാങ്ക് പറയും മിനിമം ബാലൻസ് വേണം, 5000 രൂപയൊക്കെ വേണം, അല്ലെങ്കിൽ 1000 രൂപ വേണം എന്നൊക്കെ ചില ബാങ്കുകൾ പറയാറുണ്ട്. ദെൻ ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് എ സ്മോൾ ഡെപ്പോസിറ്റ്. ഒരു 100 രൂപ വെച്ചൊക്കെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. മിനിമം ബാലൻസ് എപ്പോഴും ഒരു 1000 ഇടാനാണ് എല്ലാ ബാങ്കുകളും പറയാറുള്ളത് കേട്ടോ. പിന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ വിഡ്രോവൽ. നമുക്ക് തോന്നിയ പോലെ എപ്പോഴും വന്ന് വിഡ്രോവൽ ചെയ്യാൻ പറ്റില്ല. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത്രയും ഒരു ദിവസം അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ RBI. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3.5 ആണ് പെർ ആനം വരുന്നത്. അതൊക്കെ പല ബാങ്കുകളിലും മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ നോ ഫ്രിൽസ് അക്കൗണ്ട് ഫോർ പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, BPL ആയിട്ടുള്ളവർക്ക് നോ ഫ്രിൽസ് അക്കൗണ്ടും എടുത്തു കൊടുക്കാനായിട്ട് ഈ സേവിങ്സ് അക്കൗണ്ട് മുഖേന നമുക്ക് സാധിക്കും. ദെൻ സ്റ്റുഡൻസിന് വേണ്ടി സീറോ ബാലൻസ് അക്കൗണ്ട്, സ്റ്റുഡൻസ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകളും ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന, ബാങ്കിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതിൽ അറിയാവുന്ന സംഭവമാണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇനി അടുത്തത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്, RD. റെക്കറിംഗ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഇടയ്ക്കിടയ്ക്ക് എന്നാണ്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട്, എപ്പോഴും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഈ റെക്കറിങ്ങിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? എ ടൈപ്പ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ഓഫേർഡ് ബൈ ബാങ്ക് ആണ് ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലൈനാണ്, ഇതൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട് പ്രൊവൈഡ് ബൈ ദ ബാങ്ക് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. അടുത്ത പോയിന്റ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്യൂട്ടബിൾ ഫോർ ഇൻഡിവിജ്വൽസ് ഹു വാണ്ട് ടു സേവ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി. ഒരു ഇടയ്ക്കിടയ്ക്ക് പൈസ ഇടുക, ഇടയ്ക്കിടയ്ക്ക് വിഡ്രോവൽ ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം അക്കൗണ്ട്. ജനറലി മീൻ ഫോർ പീപ്പിൾ ഹു ഹാവ് റെഗുലർ മന്ത്ലി ഇൻകം. ഒരു റെഗുലറായിട്ട് ഇൻകം ഉള്ള ആൾ, മന്ത്ലി ഇൻകം ഒക്കെ ഉള്ള ആളും മാസം പൈസ ഇടും, ഇടയ്ക്ക് വന്നിട്ട് ആളത് വിഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലേ. അപ്പോൾ പീരീഡ് ഓഫ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് റേഞ്ചിങ് ഫ്രം 1 to 10 years ആണ്. 1 to 10 years ആണ് അതിൻ്റെ പീരീഡ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും ടെന്യൂർ ഉണ്ടായിരിക്കും. അതായത് ഫിക്സഡ് ആയിട്ട് നമ്മൾ മാസം ഇത്ര പൈസ, സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ മാസം 25,000 രൂപ അതിൽ വരുന്നു. അത് പിന്നീട് അത് ആവശ്യങ്ങൾക്ക് ആൾ പിൻവലിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റും ക്വാർട്ടർലി ആയിട്ട് കോമ്പൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. ലോൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരം അക്കൗണ്ടാണ് റെക്കറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇത് കൂടുതലും റെഗുലർ ആയിട്ട് അതിൽ ട്രാൻസാക്ഷൻ നടക്കണം. ഇപ്പോൾ മന്ത്ലി സാലറി ഉള്ള ആൾ, അങ്ങനെയുള്ളവരായിരിക്കും ഈ ഒരു അക്കൗണ്ട് കൂടുതൽ എടുക്കുക. ഇനി അടുത്തത് കറണ്ട് അക്കൗണ്ട്, ഡിസൈൻഡ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻഡിവിജ്വൽ വിത്ത് ഹൈ ട്രാൻസാക്ഷൻ വോളിയം. നമ്മുടെ റെക്കറിംഗ് പോലെ ഇടയ്ക്കിടയ്ക്കല്ല ഇത് ഉദ്ദേശിക്കുന്നത്.
കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഹൈ ട്രാൻസാക്ഷൻ വോളിയംസ് ആണ്. വലിയ വലിയ തുകകൾ ഇടയ്ക്കിടയ്ക്ക് ഹൈ ട്രാൻസാക്ഷൻസിൽ നടത്തുന്ന അക്കൗണ്ടുകളാണ് കറണ്ട് അക്കൗണ്ട്. സ്യൂട്ടബിൾ ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് ബോഡീസ് ആൻഡ് അതേഴ്സ് വിത്ത് ന്യൂമറസ് കണ്ടിന്യൂസ് ബാങ്കിങ് ട്രാൻസാക്ഷൻ. മിക്കവാറും ആളുകളുടെ കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇന്നും ഒരു ദിവസം തന്നെ നമ്മൾ ചിലപ്പോൾ 5, 6, 7, 8 ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ബിസിനസ് മാനൊക്കെ ആകുമ്പോൾ അവർക്ക് വലിയ വലിയ തുകകൾ, ഇപ്പോൾ തുകയുടെ വലിപ്പമല്ല, അവരൊരു ദിവസം തന്നെ പല രീതിക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസ് എന്നും ഇതിനെ പറയാറുണ്ട് നമ്മൾ. ദെൻ നോ റെസ്ട്രിക്ഷൻസ് ഓൺ വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ്. ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേകത, വിഡ്രോ ചെയ്യാനായിട്ട് ലിമിറ്റേഷൻ ഇല്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നോ റെസ്ട്രിക്ഷൻസ്. ദെൻ നോ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ദി ബാലൻസിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടില്ലേ, അത് നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപയാണ് നമ്മുടെ ബാലൻസ് എന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് 25,000 രൂപയുടെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുവാണെങ്കിൽ, അപ്പോൾ ഈ 10,000 കഴിച്ചിട്ട് ബാക്കി 15,000 രൂപ എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. നമ്മുടെ അക്കൗണ്ടിലാകെ 10,000 ഉള്ളൂ, പക്ഷെ നമുക്ക് 25,000 വരെ ട്രാൻസാക്ഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ബാലൻസിന് പുറമേ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കറണ്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. മിനിമം ബാലൻസ് പക്ഷേ നമ്മൾ റിക്വയർ ചെയ്യണം കേട്ടോ. ദെൻ ബാങ്ക്സ് മസ്റ്റ് കീപ്പ് എ ലാർജ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷ് ടു മീറ്റ് ദ ഡിമാൻഡ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ബാങ്കുകൾ എന്താ ചെയ്യുക, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ എടുത്തിട്ട് വേറെ ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുക. പക്ഷേ ഈ കറണ്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ആളുകളുടെ പൈസ എടുത്ത് അങ്ങനെ മറക്കാൻ പറ്റില്ല. കാരണം ഇവരെപ്പോഴാണ് തിരിച്ചു ചോദിക്കാന്ന് അറിയില്ല, വിഡ്രോവലിന് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ 1 ലക്ഷം ഉണ്ടാവും, ചിലപ്പോൾ നമ്മളത് ഇന്ന് തന്നെ അതിന് 50,000, 70,000 ഒക്കെ വിഡ്രോ ചെയ്ത് പോയെന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് ഡെപ്പോസിറ്റ്സ് ഒക്കെ പെയിൻ സ്ലിപ്പ് വഴിയും വിഡ്രോവൽസ് ഒക്കെ ചെക്ക് വഴിയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഷോർട്ടസേക്ക് ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അക്കൗണ്ട് ആൻഡ് റെക്കറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് മൂന്നും ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഇത് മൂന്നുമായിട്ട് നമ്മുടെ അടുത്ത് എസ്സേക്ക് ചോദിക്കാം, 1 by 1 ആയിട്ട് ഷോർട്ടസേക്ക് ചോദിക്കാം. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോവാണ്. പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ്. ഇത് ഷോർട്ടസേക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുമുണ്ട് ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ടോ ഒരു കറണ്ട് അക്കൗണ്ടോ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് ഒരു അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ബാങ്കിൽ ചെല്ലുമ്പോൾ തന്നെ അവരൊരു ഫോം തരുമില്ലേ, നമുക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ദെൻ ഇൻട്രാക്ഷൻ, അതായത് മീറ്റ് വിത്ത് ദ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് ടു ഡിസ്കസ് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അവിടെ ഒരു ബാങ്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും, ആളുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ജോലി കാര്യങ്ങൾ, എന്തിനു വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ, എത്ര ലിമിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മീൻസ് എന്ത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് നമുക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആളുമായിട്ട് സംസാരിക്കാം. അടുത്തത് സ്പെസിമെൻ സിഗ്നേച്ചറാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിലെ സിഗ്നേച്ചർ. അപ്പോൾ പിന്നീട് നമ്മുടെ ഒരു സിഗ്നേച്ചർ കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ അടുത്തൊരു സ്റ്റെപ്പ്. പിന്നെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, അത് പല ബാങ്കും പല എമൗണ്ട് ആയിരിക്കും വരിക. ICICI എന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അവിടെ നമ്മൾ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ ഒഫീഷ്യലി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. അതിനുശേഷമാണ് KYC നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് KYC. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. KYC എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ ആണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റെപ്സിൽ 6ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. KYC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ബാങ്ക്സ് വെൻ ഓപ്പണിംഗ് അക്കൗണ്ട്സ്. ഇപ്പം ഞാൻ പോയിട്ട് ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കുകയാണ്,
അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ഫോട്ടോ, കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയും. ഇതിനെയാണ് നമ്മൾ KYC എന്ന് പറയുക. അതായത് ആളുടെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ ആളുടെ ആധാർ കാർഡിൽ അഡ്രസ്സ് ചേഞ്ച് ആയി ഉണ്ടാവാം. അപ്പോൾ പാൻ കാർഡിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, പേരിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ. സോ ബാങ്ക്സ് മസ്റ്റ് ഓൾസോ പീരിയോഡിക്കലി അപ്ഡേറ്റ് ദെയർ കസ്റ്റമേഴ്സ് KYC ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈംസ്. നമുക്ക് മറ്റ് തരത്തിലുള്ള ക്രൈമുകളോ കാര്യങ്ങളോ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ബാങ്ക് സ്വീകരിച്ചു വെക്കുന്നത്. ഇതിനെയാണ് KYC എന്ന് പറയുക, നോ യുവർ കസ്റ്റമർ. കസ്റ്റമറിനെ അറിയാൻ വേണ്ടി നമ്മൾ എന്താണ്, ആളുടെ ഐഡൻറ്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫ് ഒക്കെയാണ് നമ്മൾ സ്വീകരിച്ചു വെക്കുന്നത്. അതായത് ഈ ആധാർ കാർഡും പാൻ കാർഡും. അതിനെയാണ് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ നോ യുവർ കസ്റ്റമർ എന്ന് ചോദിക്കുന്ന സമയത്ത് വെറുതെ ആധാർ കാർഡും പാൻ കാർഡും സബ്മിറ്റ് ചെയ്യാന്നുള്ളതല്ല നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അത് മാത്രം എഴുതിയാൽ പോരാ. നമ്മൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പീരിയോഡിക്കലി ബാങ്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അതാണ് സ്റ്റെപ്സ്. അപ്പോൾ 6 സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വേണം നമ്മളൊരു സേവിങ്സ് ആൻഡ് കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് അത്, പ്രൊസീജിയർ കേട്ടോ. ഇനി അടുത്ത ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാണ്. അതായത് ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മൾ അതിലിടുന്നു പിന്നെ വലിക്കുന്നു. ഇതാണല്ലോ സാധാരണ ചെയ്യാറ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് പേയിങ് ഇൻ സ്ലിപ്പിനെ കുറിച്ചാണ്. ഇത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് പേയിങ് ഇൻ സ്ലിപ്പ് എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസിലൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുക. ഓപ്പറേഷൻ അവിടെ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. നമ്മളൊരു ബാങ്കിൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് വിഡ്രോ ചെയ്യുന്നു. ഇതിനെയാണ് ഈ ഓപ്പറേറ്റ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പേയിങ് ഇൻ സ്ലിപ്പ് വഴി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. പേയിങ് ഇൻ സ്ലിപ്പ് നമ്മൾ സാധാരണ എന്തിനുപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് 2 മാർക്കിനോ ഷോർട്ട് എസ്സേക്കോ നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബുക്കാണ്. ഈ ഒരു ബുക്കിൽ കണ്ടെയ്ൻഡ് പ്രിൻറ്റഡ് സ്ലിപ്സ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന് കൊടുക്കുന്ന കുറച്ച് സ്ലിപ്സ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് ഇത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയും അവിടെ പേ സ്ലിപ്പ് ഉണ്ട്, അത് എഴുതിയിട്ട് അത് കൊണ്ടുവന്നോളൂ, പൈസയും കൊണ്ട് വന്നോളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ലിപ്പ് അത് ബാങ്കിൽ അവർ കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെന്നും അതിൻ്റെ കൂടെ ഒരു നൂലൊക്കെ കെട്ടിയിട്ട് പാനി ഇട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുക്ക്ലെറ്റാണ്. അതിലിങ്ങനെ ഇതേപോലെയുള്ള ഒരുപാട് സ്ലിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ കീറി എടുത്തിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ദെൻ യൂസ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്സ്, ഡ്രാഫ്റ്റ്സ്, ബിൽസ്. മെയിനായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യാറുള്ളത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര്, മെയിനായിട്ട് ഡേറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, സിഗ്നേച്ചർ. എമൗണ്ട് നമ്മൾ ഫിഗറിലും എഴുതണം, വേർഡ്സിലും നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ എന്താണ് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് പേയിങ് ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബാങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ലിപ്പാണ്. ഇതൊരു ബുക്ക് പോലെയാണ്. അതിൽ നിന്ന് ഒരു സ്ലിപ്പ് നമ്മൾ കീറി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പേരും അക്കൗണ്ട് നമ്പറും ഡേറ്റും എമൗണ്ടും ഒക്കെ നമ്മളതിൽ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പേയിങ് സ്ലിപ്പ് ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ചെക്ക് ബുക്കാണ്. ചെക്ക് ബുക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചെക്ക് ബുക്ക്. അതിൽ സെർട്ടൈൻ ലീവ്സ് ഉണ്ടായിരിക്കും. അതായത് 10 മുതൽ 20 വരെയുള്ള ബ്ലാങ്ക് ലീവ്സാണ് അതിലുണ്ടാവുക. സീരിയലി നമ്പർ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ഓരോ ചെക്ക് ലീഫിലും നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ
ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കറണ്ട് ഓർ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് പൈസ വിഡ്രോ ചെയ്യാനാണ് നമ്മൾ ചെക്ക് ഉപയോഗിക്കുന്നത്. ചെക്കിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെക്ക് എന്ന് പറയുമ്പോൾ അതിൽ അക്കൗണ്ട് നമ്പർ ഓൾറെഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡേറ്റിന് കോളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് ഇടുക. പിന്നെ പേ എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണോ പൈസ എടുക്കാൻ പോകുന്നത് ആളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ റുപ്പീസിൻ്റെ അവിടെ നമ്മൾ പൈസ എഴുതി, ഈ ഒരു കോളത്തിൽ നമ്മൾ നമ്പറിൽ പൈസ എഴുതി. പിന്നെ നമ്മൾ ഇവിടെ സൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ രമേശ് സൈനും ഇട്ടു. ഇനി നമ്മൾ ചെക്കിൻ്റെ ബാക്കിൽ നമ്മൾ പേരെഴുതി സൈൻ ചെയ്യേണ്ടതുണ്ട് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് ചെക്ക്. അപ്പോൾ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ നടത്താം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ. അടുത്തത് നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്ബുക്ക് നമുക്കറിയാലോ, ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കാണ് പാസ്ബുക്ക്. ഇതിൽ നമ്മുടെ തന്നെ ട്രാൻസാക്ഷൻ, നമ്മുടെ ബാലൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പാസ്ബുക്ക് ഉള്ളത്. എ സ്മോൾ ബുക്കാണ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ടു റെക്കോർഡ് ഓൾ ദ ഡീലിങ്സ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് കസ്റ്റമർ. ബാങ്കും കസ്റ്റമറുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഡേറ്റ് ഉണ്ടായിരിക്കും, എത്ര രൂപ നമ്മൾ പിൻവലിച്ചു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ഇപ്പോഴുള്ള ബാലൻസ് എത്രയാണ്, അങ്ങനെയുള്ളതൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ പാസ്ബുക്ക് ബാങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ അവർ പ്രിൻ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ബാങ്കുകാർ ചെയ്തു തരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ബാങ്കുകളിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ആ മെഷീനിലോട്ട് നമ്മുടെ ബുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരും. നമ്മുടെ ഒരു ലെഡ്ജർ പോലെ ബാങ്കും നമ്മുടെ കസ്റ്റമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അറിയാവുന്ന ഒരു ലെഡ്ജർ ബുക്കാണ് ഈ പറയുന്ന പാസ്ബുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഡോക്യുമെൻറ്റ്സ് വഴിയാണ് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ല? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേയിങ് സ്ലിപ്പ് ഉണ്ട്, പിന്നെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് അറിയാൻ പാസ്ബുക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ 3 കാര്യങ്ങൾ മുഴുവനായിട്ടും ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് 2 മാർക്കിനും ചോദിക്കാം. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. An account is considered inoperative or dormant if there are no transactions for a certain period. അതായത് മെയിനായിട്ടൊരു വർഷം, അതായത് ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നേ ഇല്ല, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ഡെപ്പോസിറ്റും ചെയ്യുന്നില്ല, വിഡ്രോവലും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അക്കൗണ്ടുകളെ ഒരു വർഷത്തിന് ശേഷം ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻ്റ് അക്കൗണ്ടുകളായിട്ട് ബാങ്ക് മാറ്റും. പിന്നെ നമുക്കത് റീഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാങ്കിൽ പോയിട്ട് അവരായിട്ട് സംസാരിച്ച് കുറച്ച് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം നമ്മളത് റീഓപ്പൺ ചെയ്യാനായിട്ട്, ഒരു ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ബാങ്ക് ഇഫ് നോ റെസ്പോൺസ്, അതായത് ഒരു വർഷമാണല്ലോ, അപ്പോൾ ഒരു 8 മാസമൊക്കെ കഴിയുമ്പോൾ 8-9 മാസമൊക്കെ കഴിയുമ്പോൾ ബാങ്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരും. അതായത് ഇതാ നിങ്ങളുടെ അക്കൗണ്ട് 8-9 മാസമായിട്ട് യാതൊരു തരത്തിലുള്ള ട്രാൻസാക്ഷനും ഇല്ല, 1 year ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡോർമെൻ്റ് അക്കൗണ്ട് ആയിട്ട് മാറും, പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു 2-3 മാസം മുന്നേ നമുക്ക് തരും. ഒരു വർഷം ആവണേന് മുന്നേ തന്നെ ബാങ്ക് നമുക്ക് തരും. ദെൻ നോ ട്രാൻസാക്ഷൻസ് ഫോർ 2 years, 2 വർഷമായിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു ഡോർമെൻ്റ് അക്കൗണ്ട് ആയിട്ട് പിന്നീട് നമുക്കത് എന്താ പറയുക, ആക്റ്റീവ് ആക്കാൻ ഒരുപാട് പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു തരത്തിലും ട്രാൻസാക്ഷൻസ് നടക്കാതെ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് ട്രാൻസാക്ഷൻസ് നടക്കാത്ത ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റത്തെ 3 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മിനിറ്റ്, കറണ്ട് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പറഞ്ഞു, പിന്നെ റെക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പറഞ്ഞു, കറണ്ട് അക്കൗണ്ട് പറഞ്ഞു. ഇനി 4ാമത്തെ അക്കൗണ്ടാണ്, അതിന് കീഴെയാണ് നമ്മൾ ഈ സ്ലിപ്പുകളുടെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി 4ാമത്തതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് വെർ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് മണി ഫോർ എ ഫിക്സഡ് പീരീഡ്. ഇതിനെ ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നും കൂടി പറയൂ കേട്ടോ. ഒരു ഫിക്സഡ് പീരീഡിലോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം, 1 കൊല്ലത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാങ്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് തരും.
അല്ലേ 6-10%. അത് ഓരോ ബാങ്കിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ബാങ്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് തരും. അത്തരം അക്കൗണ്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു റെസിപ്റ്റ് ഒക്കെ കിട്ടും നമുക്ക്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ടു ദ ഡെപ്പോസിറ്റർ ആഫ്റ്റർ ഡെപ്പോസിറ്റിംഗ് മണി. ഇപ്പം ഞാൻ ഒരു 1 ഇയറിലോട്ട് 2 lakh ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ബാങ്ക് ഒരു സ്ലിപ്പ് തരുമല്ലോ, നമ്മുടെ പേരും ഡീറ്റെയിൽസും എമൗണ്ടും ഒക്കെ ആയിട്ടൊരു സ്ലിപ്പ് തരില്ലേ. ഇതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കും, എത്ര വർഷത്തേക്കാന്നുള്ളത് ഉണ്ടായിരിക്കും, എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ മണി ഡെപ്പോസിറ്റഡ് ബൈ ദ ഡെപ്പോസിറ്റർ വിൽ ബി സേഫ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ബാങ്ക്. നമ്മുടെ ബാങ്കിൻ്റെ ഹാൻഡ്സിൽ നമ്മൾ കൊടുത്ത 1,00,000 രൂപ സേഫ് ആയിരിക്കും. ദെൻ ഡെപ്പോസിറ്റേഴ്സ് ഏൺ എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പൈസ കൂടുന്തോറും ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇറ്റ് ഗ്യാരണ്ടീസ് ഹൈ ആസ് വെൽ ആസ് എ സ്റ്റഡി ഇൻകം ടു ദ ഡെപ്പോസിറ്റർ. ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് മാസം ഒരു ഇൻകം പോലെ പലിശ കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ ദ പ്രൊസീജിയർ ഓഫ് ഓപ്പണിംഗ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് റാദർ സിമ്പിൾ. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ബാങ്കിന് ആവശ്യമാണ് നമ്മുടെ പൈസ, അല്ലെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അവർ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തു തരും. ദെൻ നോ ഇൻട്രൊഡക്ഷൻ ഈസ് നീഡഡ് ടു മേക്ക് എ ഡെപ്പോസിറ്റ്. ഒരു ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ ലോണിൻ്റെ പോലെ യാതൊരു തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ഇല്ല ആക്ച്വലി. ദെൻ ദ ഡെപ്പോസിറ്റർ ക്യാൻ അവെയിൽ ഫോർ ലോൺ എഗെയിൻസ്റ്റ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ലോണിന് അപേക്ഷിക്കാൻ പറ്റും, വലിയ തോതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമ്മുടെ NRI അക്കൗണ്ട്, NRO അക്കൗണ്ട്, NRE അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സും. അതാണ് നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ പറയാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ അടുത്ത പാർട്ടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു 3 പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.